നമസ്കാരം. എൻ്റെ പേര് ബിനിൽ. ആലഞ്ചേരി ഏലാമുറ്റം കാവുങ്ങൽ ശ്രീ ഭദ്രകാളി മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. ഈ വർഷത്തെ പ്രതിഷ്ഠാവാർഷിക മഹോത്സവം ഈ മാസം 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ പൂർവാധികം ഭംഗിയായി നടത്തപ്പെടുന്നതാണ്. ഈ പുണ്യകർമ്മത്തിൽ പങ്കാളികളാകുവാൻ ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രസന്നിധിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ മംഗല്യഭാഗ്യത്തിനും സന്താനഭാഗ്യത്തിനും ദേവിയുടെ തിരുമുമ്പിൽ പൊങ്കാല ഉണ്ടായിരിക്കുന്നതാണ്. ഈ പുണ്യകർമ്മത്തിൽ പങ്കാളികളാകുവാനും ക്ഷേത്രത്തിൽ നടക്കുന്ന ചണ്ഡികാഹോമം, വിവിധ പൂജാതി കർമ്മങ്ങൾ എന്നിവയിൽ പങ്കെടുത്ത് ഏലാമുറ്റത്ത് കുടികൊള്ളുന്ന ദേവന്മാരുടെ അനുഗ്രഹത്തിനും കടാക്ഷത്തിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ എല്ലാ ഭക്തജനങ്ങളോടും ദേവീനാമത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. ഞാൻ ഏലാമുറ്റം കാവുങ്കൽ ശ്രീ ഭദ്രകാളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് അനിൽകുമാർ ബി എന്നാണ്. ഞാൻ ഈ ക്ഷേത്രത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങ്, അതായത് 5ാമത്തെ പ്രതിഷ്ഠാ വാർഷികമാണ് നമ്മളിവിടെ ആഘോഷിക്കാൻ പോകുന്നത്. നമ്മുടെ ക്ഷേത്ര ആചാര്യൻ സംപൂജ്യ സ്വാമി പ്രഭാകാരാനന്ദ സരസ്വതി അവர்களுടെയും ക്ഷേത്രം തന്ത്രി പനാവൂർ പരമേശ്വരൻ നമ്പൂതിരി അവர்களுടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇവിടെ അതിവിശിഷ്ടമായ പൂജാ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള ഇവിടുത്തെ പ്രതിഷ്ഠാ ചടങ്ങെന്ന് പറയുന്നത് ചണ്ഡിയാഹോമമാണ് ദേവിക്ക്. അതേപോലെ തന്നെ ശിവന് രുദ്രഹവനം, അതേപോലെ തന്നെ മഹാവിഷ്ണുവിന് സുദർശന ഹോമം, അങ്ങനെ വിവിധ പൂജകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അതായത് ചണ്ഡിയാഹോമം എന്ന് പറയുന്നത് സാധാരണ മൂകാംബിയിൽ മാത്രം കണ്ടുവരുന്നൊരു പൂജയാണ് ചണ്ഡിയാഹോമം. അതായത് ദേവിയുടെ 13 അധ്യായം വായിച്ച് ഓരോ അധ്യായത്തിലും ഹോമദ്രവ്യങ്ങൾ സമർപ്പിച്ച് അവസാനം വസാധാരയോടുകൂടി 13 അധ്യായം വായിച്ച് വസൂർധാരയോടുകൂടി സമാപിക്കുന്നതാണ് ചണ്ഡിയാഹോമം. അത് കാവിൽ എല്ലാ വർഷവും നടത്തിയിരുന്ന ഒരു പൂജയാണ്. ആ പൂജ ഈ നാട്ടിലെ ഭക്തജനങ്ങൾ ഒരുപാട് പേര് കാണാൻ അവസരം ഈ അവിടെ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും അത് ഇവിടെ നടക്കുന്നത് ചൊവ്വാഴ്ചയാണ്. ഈ ചൊവ്വാഴ്ച തന്നെ വന്ന് അതെല്ലാവരും പങ്കെടുത്താൽ അവർക്ക് ഒരുപാട്, അതായത് ദേവിയുടെ അനുഗ്രഹം കിട്ടും എന്നാണ് ഒരു സങ്കല്പം. അതേപോലെ തന്നെ വിവിധ കലാപരിപാടികൾ നമ്മളിവിടെ, ഗാനമേള, അതേപോലെ അന്നദാനം, അങ്ങനെ അതിഗംഭീരമായ ഒരു ഉത്സവമായിട്ടാണ് ഈ ഒരു 5ാമത്തെ പ്രതിഷ്ഠ നമ്മൾ ആഘോഷിക്കുന്നത്. നാഗരാജാക്കന്മാർ ലൈവായിട്ട് സർപ്പമുള്ള, അതായത് നമുക്കിവിടെ വരുമ്പോൾ നേരിട്ട് കാണാൻ പറ്റത്തക്ക രീതിയിൽ സർപ്പങ്ങൾ ഇഴഞ്ഞു നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കാവുങ്കൽ. പണ്ട് തൊട്ടേ നാഗങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ഇവിടെ. നമ്മുടെ ക്ഷേത്രം മുഖ്യ ആചാര്യൻ എന്ന് പറയുന്നത് നമ്മുടെ സംപൂജ്യ സ്വാമി പ്രഭാകാരാനന്ദ സ്വാമി, നമ്മുടെ സന്യാസി ശ്രേഷ്ഠനാണ്. ആ സന്യാസി ശ്രേഷ്ഠൻ അവരുടെ ആ ഒരു സന്യാസ രീതിയിലാണ് ഇവിടുത്തെ ക്ഷേത്രം പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. എല്ലാ ഭക്തജനങ്ങളെയും ആലഞ്ചേരി ശ്രീ കാവുങ്കൽ ശ്രീ ഭദ്രകാളി മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.